ഷുഹൈലാണ്. ഇന്ന് നമ്മുടെ സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. നമ്മളെ 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂളിൽ തുറക്കുന്ന ദിവസമാണ്. ഇന്ന് എൻ്റെ യൂട്യൂബിലെ ആദ്യത്തെ വരുമാനം കൊണ്ട് എനിക്ക് കിട്ടിയ ആദ്യത്തെ പൈസ കൊണ്ട് ഞാൻ പഠിച്ച, എൻ്റെ ഉപ്പ പഠിച്ച, എൻ്റെ മകൻ പഠിച്ചതിന് ഞങ്ങളുടെ നാട്ടിൽ നല്ലൊരു സ്കൂളുണ്ട്, AMLP സ്കൂൾ തുമ്പത്ത് പറമ്പ്. ആ സ്കൂളിലേക്കുള്ള പായസം എൻ്റെ വകയാണ് ഇപ്രാവശ്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞാൻ യൂട്യൂബിൽ ആദ്യത്തെ വരുമാനം കൊണ്ടാണ് ഞാൻ ഈ പായസം വെക്കുന്നത്. ചെമ്പ് ചൂടായാലും നേരെ എന്ത് ചെയ്യുക, കുറച്ച് പഞ്ചസാര നമ്മളെന്താ ചെയ്യുക, ചെമ്പിലേക്ക് ഇടാം. പായസം ഒരു ഗോൾഡ് കളറാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണട്ടാ. ഇത് എല്ലാവരും വെക്കുന്ന പായസമല്ല, ഇത് എൻ്റെതായ റെസിപ്പിയിൽ വെക്കുന്ന പായസം ഇട്ടാ. പഞ്ചസാര ഉരുക്കിയിരിക്കട്ടാ, നല്ല ഇളക്കണം കേട്ടോ. പഞ്ചസാര നല്ല ഉരുക്കി കഴിഞ്ഞാൽ അടുത്ത പാലിലേക്കുള്ള പരിപാടി. ഇപ്പോൾ സർഫലിയാണ് ഇളക്കിക്കൊണ്ട് കിട്ടാ. അങ്ങനെ പഞ്ചസാര തിളച്ചിട്ടാ, പഞ്ചസാര തിളച്ച് നമ്മളത് പാല് പൊട്ടിക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ പാല് വയ്ക്കാൻ തുടങ്ങിയിട്ടാ. ഇതിൽ പാലിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം വെള്ളം ഈ പാലിൽ തന്നെ ഉണ്ട്. 100 പാക്കറ്റ് പാലാണ്, ഏകദേശം 50 ലിറ്റർ മിൽമൻ്റെ പാലിട്ടാ. സേമിത 6 പാക്കറ്റ് 900 ഗ്രാമിൻ്റെ വറുത്ത സേമിട്ടാ. വറുത്ത സേമി എടുത്തോണ്ട് നമ്മൾ വറുത്ത സേമിയിൽ ചെറിയ സേമിയും വരുന്നുണ്ട്, വലിയ സേമിയും വരുന്നുണ്ട്. പക്ഷെ അതിൽ ടേസ്റ്റ് എനിക്ക് കൂടുതൽ തോന്നിയിട്ടുണ്ട് വലിയ സേമിയട്ടാ. നല്ല മിക്സ് ചെയ്യട്ടാ. സേമി പായസത്തിന് എന്ന് പറഞ്ഞാൽ പാൽ നല്ല ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല. അതിൽ സേമിയും അതേപോലെ സാവോനേരും വരുന്നതുകൊണ്ട് പാല് തന്നെത്താനെ ടൈറ്റ് ആയിക്കോളും. ഒരു 750 സാവോനേരി ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ കുറച്ച് ഏലക്കായ് എന്ന് പറഞ്ഞാൽ ഒരു 20 ഗ്രാം ഏലക്കായും പഞ്ചസാരയും പാടെ എന്ത് ചെയ്യുക, മിക്സിയിലിട്ട് അരച്ചിട്ട് അമ്മതിക്ക് ഇട്ട് കൊടുക്കട്ടാ. ഈ നിൽക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ സാവോനേരിയും ടൈറ്റ് ആവും, സേമിയും വലുതായും വരണം, അപ്പോൾ ടൈറ്റ് വരും. പാല് തിളച്ച് വന്നു. അണ്ടി മുന്തിന് വറവിടാനുള്ള പരിപാടി കേട്ടോ. RK ചോദിക്കാം. 500 RK ചോദിച്ചാ. 500 1 ലിറ്റർ 1 ലിറ്റർ ആവശ്യമുള്ള ഉപയോഗിക്കാം. ഞാൻ 500 ഉപയോഗിച്ചിട്ടുള്ളൂ. ഇവിടെ അണ്ടി പൊളിച്ച അണ്ടി കേട്ടോ, പൊളിച്ച അണ്ടി കിട്ടും. വറുത്തെടുക്കുക. ഓവർ ഗോൾഡ് ആവണ്ട, കരിഞ്ഞു പോവും. 1.5 കിലോ മുന്തിരി ഇട്ട് കൊടുക്കട്ടോ. രണ്ടും പാടെ എന്ത് ചെയ്യുക, വറുത്തെടുക്കുക. അങ്ങനെ നമ്മൾ അണ്ടിയും മുന്തിരിയും ഇവിടെ റെഡി ആയിട്ടാ. ഗ്യാസ് തിളച്ച് ഓഫാക്കി കാണ്ട് ലാസ്റ്റ് ഇട്ടാൽ മതി ടൈമേറ്റ്. അല്ലെങ്കിൽ ഇത് ഇടുന്നതിനനുസരിച്ച് കട്ടി കൂടുന്നതനുസരിച്ച് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് ഇട്ടാൻ പറ്റാം. ഒരു 15 മിഠായി മേറ്റ് ഇട്ട് കൊടുക്കാം. 15 മിഠായി മേറ്റ് 10 വെച്ച് അണ്ടി മുന്തിരി എന്ത് ചെയ്യുക, ഈ ഇട്ട് കൊടുക്കട്ടെ അവസാനമായിട്ട്. അങ്ങനെ നമ്മൾ പായസം ഇവിടെ റെഡി ആയിട്ടാണ്. മധുരം ചെറിയൊരു കമ്മിയുണ്ട്. അപ്പം 10 ഗ്രാം പഞ്ചസാര നമ്മൾ കൊടുത്തതിനാൽ തൈല ഒരു 2 ഗ്രാമിൻ്റെ കമ്മിയും വേണ്ട കേട്ടോ. അതിപ്പോൾ വരും. നമ്മൾ പായസം ഫുള്ള് സെറ്റായിട്ടാ. ഒരു ഗോൾഡ് കളർ ഉണ്ടാവും നമ്മൾ പാല്. അങ്ങനെ കോയ വരുന്നുണ്ട് കേട്ടോ വണ്ടിയിട്ട് കൊണ്ടുപോകാനുള്ള. പക്ഷെ പഞ്ചസാരൻ്റെയും കമ്മിയുണ്ട്. അങ്ങനത്തെ കോയ വണ്ടി സെറ്റക്ക് വേക്ക് വെച്ച് കൊണ്ട് പായസം കയറ്റാനുള്ള പരിപാടിയാണ്. ഒന്നാടെ കോയ വാ. അങ്ങനത്തെ കോയ പഞ്ചസാരന് കോയ കറക്റ്റ് ഇട്ടോ, 2 കിലോ കേട്ടോ. കറക്റ്റ് മധുരയിക്കാരം, കറക്റ്റ് മധുരയിക്കാരം കേട്ടോ. നമ്മൾ ഇത് ഫോയിൽ ചെയ്ത് കണ്ട് കൊണ്ടുപോകാനുള്ള പരിപാടി. ഇനി ബാക്കി നമുക്ക് സ്കൂളിൽ നിന്നാണോ. നമ്മളെ സ്കൂളിലേക്ക് കിടക്കട്ടെ. പ്രവേശനോത്സവത്തിൻ്റെ എന്താ പറയുക ബോർഡൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ പഠിച്ച സ്കൂള്, AMLP സ്കൂൾ തുമ്പത്ത് പറമ്പ്. ഞാൻ പഠിച്ച്, എൻ്റെ വാപ്പ പഠിച്ച്, എൻ്റെ മകനും പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയപ്പോൾ പഞ്ചായത്തിലെ ഡ്രൈവറായിരുന്നു നിസാമു. ഇപ്പോഴും നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ഇറങ്ങി 5 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴും നിസാമു ഡ്രൈവറാണ്. അങ്ങനെ നമ്മളെ നാട്ടിലെ കോൺഗ്രസിൻ്റെ നേതാവാണ്, സമുന്നതനായ നേതാവ്, ഇവിടുത്തെ PTA പ്രസിഡന്റ്. പക്ഷേ ഞാൻ 3 വർഷം നിന്ന്, മൂപ്പരാൾ 3 വർഷം നിന്നതിന് ശേഷം ഞാൻ 3 വർഷം ഇവിടെ PTA പ്രസിഡന്റായിരുന്നു. ഞങ്ങൾ നാട്ടിലെ പൗരപ്രവണിയായ എന്താ പറയുക അമ്മാവൻ എല്ലാം. ഇതാണ് നമ്മളെ മക്കാനി ചാനലിൻ്റെ നടനും കഥാകൃത്തും തിരക്കഥയും സംവിധാനമൊക്കെ ചെയ്യുന്ന നമ്മൾ മക്കാനി ചാനലിൻ്റെ നമ്മുടെ സ്നേഹിതന് എല്ലാം നമ്മളെ റഷീദ് കൂത്തുമാട്. അല്ല പ്രൊഫഷണൽ എന്താ പറയുക, പ്രൊഫഷണൽ ആക്ടിംഗ് ആണ്, പ്രൊഫഷണൽ സിംഗർ ആണ്, ഒക്കെ എല്ലാ കഴിവുണ്ട്. ആ
ഇത് നമ്മൾ നിസാം നമ്മൾ അറിയില്ല നമ്മൾ അങ്ങനെ കോയയുടെ സാധനം ഇറക്കുന്നുണ്ടോ പായസം ഇറക്കി കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ നാട്ടിലെ നമ്മുടെ സുഹൃത്താട്ടാ ഈ സ്കൂളിൻ്റെ എല്ലാമാണ് സ്കൂളിൽ എന്ത് പരിപാടിക്കും ഇവിടെ സജീവമായിട്ടുണ്ടാവും അല്ലേ റഷീദ് ഇതാ ജാഫറാക്ക ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു മാറ്റങ്ങൾ നോക്കാളി ഇത്രയും ഭംഗിയിലൊരു സ്കൂൾ ഞങ്ങളുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന മക്കളാണ് സ്കൂളിലെ ബ്ലോക്ക് തല പരിപാടിയല്ലേ മാഷെ ഇത് നമ്മളെ പുതിയ ഹെഡ്മാഷാണ് ഈ വർഷം ചാർജ് എടുത്ത മുനീർ മാഷ് ഇത് നമ്മളെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഞാൻ വൈസ് പ്രസിഡന്റ് പറയുന്നത് ഞാൻ മെമ്പറായ സമയത്ത് ചെല്ലാത്ത വൈസ് പ്രസിഡന്റ് അപ്പോൾ ഇപ്പോൾ പ്രസിഡന്റാണ് ഞാൻ മെമ്പറായ സമയത്ത് ഫുറാക്ക എന്തായിരുന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ഇപ്പോൾ വൈസ് പ്രസിഡന്റായി ഞാൻ മെമ്പറായിരുന്നു ഇപ്പോഴോ എന്തായി അല്ലല്ല ചെയർമാനായി ആരോഗ്യ ചെയർപേഴ്സണായി ഇത് ഞങ്ങളെ PTA പ്രസിഡന്റ് ഇവിടുത്തെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ് അപ്പോൾ സ്കൂളിൽ ബ്ലോക്ക് തല പരിപാടി അല്ലേ നമ്മുടെ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിന്റെ തല പ്രദേശത്ത് ബ്ലോക്ക് തലത്തിലുള്ള നമ്മുടെ സ്കൂളുകളുടെ പ്രവേശനോത്സവം നമ്മുടെ ഈ പഞ്ചായത്തിലെ കുന്നത്തുപറമ്പിലേക്ക് കിട്ടിയ അധ്യായ സന്ദേശം വർണ്ണശബളമായ രീതിയിലാണ് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും അധ്യാപകരും PTA കാര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. വളരെ ഭംഗിയായ രീതിയിലാണ് നമ്മുടെ പ്രവേശനോത്സവം നടന്നു വരുന്നത്. മെക്കാനിക് ചാനലിൻ്റെ കോമോക്കാണ് കോമോക്ക 2 കുട്ടികളായിട്ട് വരുന്നുണ്ട് കേട്ടോ കോമോക്ക 2 സ്കൂളിലേക്ക് പുതുവത്സരമായിട്ടുള്ള സ്കൂളിലേക്ക് നമ്മളെ തുമ്പത്ത് പറമ്പിൽ നമ്മളെ കോമോക്കത സ്കൂളിലേക്ക് കടന്നു വരികയാണ് നല്ല കലാകാരനായിട്ട് കോമോക്കനെ പ്രോത്സാഹിപ്പിക്കണം എല്ലാവരും നാട്ടിൽ നമ്മളെ ക്ലബിൻ്റെ എല്ലാമായ OFC ക്ലബിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ അക്കീമില്ലെങ്കിൽ നമ്മളെ OFC ക്ലബില്ല അങ്ങനെ ഞങ്ങളെ സ്കൂളിലെ പ്രവേശനോത്സവം പരിപാടി തുടങ്ങാനായി ബ്ലോക്ക് തല പരിപാടിയാണ് നമ്മളെ ഈ AMLP സ്കൂൾ തൂമ്പത്ത് പറമ്പ സ്കൂളിൽ വെച്ച് നടക്കുന്നത് കേട്ടോ നമ്മളെ സ്കൂളിൽ വളരെയധികം മാറ്റമാണ് വന്നിരിക്കുന്നത് ഞാൻ പഠിച്ച സ്കൂള് എൻ്റെ മകൻ പഠിക്കുന്ന സ്കൂള് എൻ്റെ ഉപ്പ പഠിച്ച സ്കൂൾ എല്ലാം സ്കൂളാണ് നമ്മളെ കോമോക്ക കുട്ടികളെ ഇടയിൽ ഇതാ വർണ്ണശബലമായ പരിപാടി നടക്കുന്ന ഇടയിലാണ് നമ്മൾ കോമോക്ക ഇവിടെ എത്തിക്കുന്നത് കോമോക്ക നമ്മളെ തുമ്പത്ത് പറമ്പ് സ്കൂളിനെ പറ്റി നിങ്ങളൊരു പഠിച്ച കാലത്തിനെ പറ്റി ഒരു അഭിപ്രായങ്ങൾ പഠിച്ച കാലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഒറ്റ ദിവസം സ്കൂള് വിട്ടിട്ട് ബാതിൽ കൂടി പോയിട്ടില്ല അരക്കുള്ള മതിലേര് അത് ചാടിക്കാണ്ട് പിന്നെ കൂടി ഇവിടെ ഒരു പുളിമരുണ്ട് അതിലാണ് കിച്ചലേര് അങ്ങനെ എന്റെ ചെറുപ്പം നമ്മളെ സ്കൂളിലെ മാറ്റങ്ങള് പൊളിയല്ലേ ഒന്നും കൂടി പഠിച്ചാലോ എന്നൊരു പൂതി മാസ്റ്റർമാര് സമ്മതിക്കുകയാണെങ്കിൽ 1-ാം ക്ലാസ് തുടങ്ങാം അങ്ങനെ കോമൊക്കെ കുട്ടികളൊക്കെ പരിചയപ്പെട്ട് കൊണ്ടുവന്നിട്ടാ റഷീദ് അതിൻ്റെ ബൈറ്റ് എടുത്തെടുത്തുകൊണ്ട് റഷീദാണ് ഇതിൻ്റെ ഈ മെക്കാനിക് ചാനലിൻ്റെ എല്ലാം എൻ്റെ 17-ാം വയസ്സിൽ ഞാൻ ഞങ്ങളുടെ നാട്ടിലെ അറിയപ്പെടുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് സലാം ലൈറ്റ് ആൻഡ് സൗണ്ടിൽ എന്നെ കൊടുന്നാക്കിയാണ് ശിവോക്കാൻ്റെ കൂടെ ഇരുന്നു ഏകദേശം ഒരു 7 വർഷത്തോളം അങ്ങനെ കോമോക്ക സ്റ്റേജിലേക്ക് കയറട്ടാ അങ്ങനെ കോമോക്ക ബടിയും കുത്തി പണ്ടത്തെ സമയമൊക്കെ കോമോക്ക ഈ സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ട് കോമോക്കൻ്റെ സ്കൂൾ പഠനത്തിൻ്റെ കാര്യങ്ങൾ കോമോക്ക വിശദീകരിച്ചില്ല അങ്ങനെ ഒന്നും അറിയാത്ത ബാപ്പുമാണ് മൈക്ക് ചെക്ക് ചെയ്തിട്ടാണ് ഇത് എൻ്റെ നാട്ടിലെ എൻ്റെ സുഹൃത്താണ് ആര് നമ്മളെ റാഫി 2-3 ചാനലുണ്ട് ഞങ്ങൾ നാട്ടിലെ പ്രൊഫഷണൽ ചാനലാണ് ഇതാ നമ്മുടെ അടുത്തൊരു യൂട്യൂബറാണ് ചെറുതായിട്ടുള്ള വലുതായിട്ടുള്ള യൂട്യൂബറാണ് ഇത് അടുത്തൊരു യൂട്യൂബറാണ് സാപ്യാക്കാൻ്റെ പെങ്ങള് ഇതാ കുഞ്ഞമ്മാക്ക ഞങ്ങളുടെ നാട്ടിലെ നമ്മൾ ഈ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളാണ് അല്ലേ സാപ്യാക്ക നമ്മൾ എത്ര വർഷമായി നമ്മൾ സ്കൂള് എത്ര വർഷമായി ഈ സ്കൂളിൽ ഇപ്പോൾ എത്ര വർഷമായി നമ്മൾ പഠിച്ച മാറ്റങ്ങൾ വളരെ വ്യത്യാസമല്ലേ അല്ലേ ഇതാ പഠിപ്പിച്ചില്ലേ ഇവിടെ പഠിപ്പിച്ച നമ്മൾ ടീച്ചർ ഇവിടെ പഠിച്ചും ചെയ്തതാണ് ഈ സ്കൂളിൻ്റെ എല്ലാമാണ് സ്കൂളിൽ ചാക്കല്ലാതെ ഒരു പരിപാടിയില്ല എന്നെ പഠിപ്പിച്ച ടീച്ചറാട്ടാ അതിനെ പഠിപ്പിച്ച ടീച്ചറാണ് ഈ സ്കൂളിലെ അധ്യാപികയാണ് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് അതേപോലെ തന്നെ പഠിപ്പിച്ച വേറെ ടീച്ചറാണ് എന്നെ അറബി പഠിപ്പിച്ച ഉമ്മർ മാഷാണ് ഉമ്മർ മാഷ് ഇവിടെ റിട്ടയർ ആയിട്ട് എത്ര വർഷമായി ടീച്ചറും റിട്ടയർ ചെയ്ത ഗഫൂർ മാഷ് പെങ്ങളാണ് ഇട്ടത് ഗഫൂർ മാഷ് ഇനി ഈ വർഷത്തോടെ റിട്ടയർമെൻറ്റ് ചെയ്യില്ല ഈ വർഷത്തോടെ ഗഫൂർ മാഷിൻ്റെ ഈ സ്കൂളിലെ എന്താ പറയാ ഔദ്യോഗിക ജീവിതം തീർന്നിട്ടാ സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങളെ സ്കൂളിലെ PTA പ്രസിഡന്റ് കേട്ടോ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് സംസുക്കാണ് ഇപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്
കേറിയിരിക്കാൻ സീറ്റില്ല അങ്ങ് തൊട്ട് ഇങ്ങ് തൊട്ട് അങ്ങനെ റാഫിയാണ് പായസം കൊടുക്കുന്നത്. ഫൈസലും റാഫി ഫൈസലാണ് പായസം കൊടുക്കുന്നത്. പായസം എന്താ പാട്? പായസം അടിപൊളി സൂപ്പർ പായസം, നല്ല പാകത്തിലുള്ള മധുരം, പാകത്തിലുള്ള ചൂട്, സേമി നല്ലോണ്ട്. ഉഷാറല്ലേ പായസം? സാർ ഒന്നും പറയാനില്ലല്ലോ. ഹോമാക്ക പായസം കുറിച്ചിട്ട് അഭിപ്രായം പറയട്ടെ. പറയാനില്ല, ഇതിനെ കുറിച്ച് മോശം പറയുന്നവനെ എല്ലാ മുതലും മോശം പറയും. മോശം പറയും. ഓക്കെ. പായസം എന്താ? പായസം PTA പ്രസിഡന്റ് പായസം കുടിക്കുക. എന്താ സംസാരം? പായസം ഉള്ളു പറഞ്ഞാൽ മതി. ഒരുപാട് പായസം സൂപ്പറാ. ഓക്കെ ഓക്കെ. അങ്ങനെ കുട്ടികൾ ഓരോരുത്തരായിട്ട് വരി എടുക്കുന്നുണ്ട്. എന്റെ മോള് വാരിക്കണേ. ക്ലാസ് എടുക്കണ വരിന്ന് എവിടെ? മോള് എന്റെ മോള് എന്താ പറയാ വരിക്കാണ്. ഒരു ചെറിയ കുട്ടി അതിനിടയ്ക്ക് കയറി വന്നിട്ടാ. ഇത് നമ്മുടെ മുത്തൂട്ട സ്കൂളിലെ ബസ്സിലെ ഡ്രൈവറാണ്. അങ്ങനെ ചെമ്പ് നിറച്ച് പായസം കൂടി. പൈസ കഴിഞ്ഞാ റാപ്പിയാണ് പറയുന്നത്. എന്താ പായസം പാട്? ഇന്റെ നമ്പർ റാഫി കാണാറ്. എന്താ വെച്ചാൽ റാഫി ഞാൻ ഒപ്പം ക്ലാസ്മേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് മുതൽ അവസാനം വരെ പായസം കൊടുത്ത് വഹിക്കുകയാണ് ഫൈസല്. ഞാനും ഫൈസലിനെ പ്രത്യേകത വെച്ചാൽ ഞാനും ഫൈസലും ഒരേ ദിവസമാണ് പ്രസവിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ അമ്മാന്റെ വീട്ടില് ഇപ്പൊ ഹോസ്പിറ്റലിലെ അമ്മാന്റെ വീട്ടിലെ ഡേറ്റ് എത്ര? ഞങ്ങളെ 1985 5/3/1987 ഞങ്ങൾ രണ്ടാൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ടാ. ഫൈസല് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് പായസം കുടിച്ചിട്ട് ഞങ്ങൾ കൂട്ടത്തിൽ ഞങ്ങളൊരു മെമ്പറും ആക്കിയിട്ടുണ്ട്. മെമ്പർ ആയിരുന്നു. പായസം കുടിച്ചില്ലേ? ഷുഗറുള്ള മനസ്സിലാണ് എന്നാലും വേണ്ടില്ല. ഷുഗറ് അല്ല ഷുഗർ പായസം കുടിച്ചില്ലേ? അതോ ഞങ്ങളെ എന്താ പറയാ സ്കൂളിന്റെ വൈസ് പ്രസിഡന്റ് PTA വൈസ് പ്രസിഡന്റ് പായസം പായസം എന്താ പറയുക? പായസം എന്താ പറയുക? ടീച്ചറുമാണ്. കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ പഞ്ചായത്ത് മെമ്പറാവട്ടാ. അല്ല മുനിസിപ്പാലിറ്റി മെമ്പറാണ്. അല്ല എന്റെ മോളെ പഠിപ്പിച്ച ടീച്ചറ്. അതെ അല്ല ഇന്ന കോട്ട മാഷ പായസം എന്താ ഉഷാറായില്ല? അടിപൊളിയായി. പായസം കുടിച്ചാ? പായസം കുടിച്ചില്ല? കുടിച്ചില്ല?